ചേട്ടാ ഞാൻ പോയിട്ട് വരാട്ടാ. ഞാൻ പറഞ്ഞല്ലേ അമ്മയടുത്ത്. അമ്മയുടെ അടുത്തോ? ആ അമ്മയടുത്ത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയല്ലേ നീ പോയിട്ട് വന്നത്? ചേട്ടാ അന്ന് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇന്ന് അമ്മയ്ക്ക് വയ്യല്ലോ. വയ്യെന്നോ? ആ നീ പോകണ്ട. ഞാൻ അന്നേ പറഞ്ഞല്ലേ. പോകണ്ട ചേട്ടാ ഞാൻ പോവും. പോകണ്ടിട്ട് ചുമ്മാ കളിക്കില്ലേട്ട് ഞാൻ പോവും. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ. അമ്മയ്ക്ക് സുഖമില്ലാത്തതാ. എടി ഞാൻ പറഞ്ഞ കേക്ക്, ആങ്ങളമാർ രണ്ടുപേരുണ്ടല്ലോ, തങ്കനളിയൻ, സുഖളിയൻ, വാബൊളിയൻ അവിടെ പോയി കമ്മലേ. അതിന് പെണ്ണുങ്ങൾ പോണ്ട സ്ഥലത്ത് പെണ്ണുങ്ങൾ തന്നെ പോണം. പെണ്ണുങ്ങൾ പോണ സ്ഥലത്ത് പെണ്ണുങ്ങൾ തന്നെ പോണം. നീ പോകണ്ട. ഞാൻ പോവും. രമേ ഒറ്റ കീറിയാൻ പറ്റൂട്ടോ. നീ പോണെന്ന് കണ്ടി. ഞാൻ പോവും. എന്റെ അമ്മയ്ക്കല്ലേ സുഖമില്ലാണ്ടായത്. അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. എനിക്കൊരു 2. ഇതാരെനിക്ക് വിളിക്കണം? കുറെ നേരമായല്ലോ. എന്റെ പൊന്നിയേട്ടാ ഈ കോളിന്റെ കാര്യം ഒന്നും പറയണ്ട. ഒരു ശല്യക്കാരനാ. ആ ഒരു പ്രാവശ്യം എനിക്കൊരു മിസ് കോൾ വന്ന്, ഞാൻ അമ്മ എങ്ങാനും ആരുടെങ്കിലും മൊബൈൽ മേടിച്ച് വിളിക്കണായിരിക്കും എന്ന് വെച്ചാൽ ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് എടുത്തു നോക്കി. അപ്പത്തേക്ക് എന്നോട് പറയാണ് റോങ് നമ്പർ ആണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ തുരുതുരാ വിളിയും മെസ്സേജ് ആയി പോക്കിയാ. ചേച്ചി കുളിച്ചോ കുടിച്ചോ ഏത് ഡ്രസ്സാന്നൊക്കെ ചോദിച്ചോണ്ട്. എപ്പോഴും വിളിക്കുമോ? എപ്പോഴും വിളിയാന്ന്. ഇനി വിളിക്കുമ്പോ ആ ഫോൺ അങ്ങ് എടുക്കണേ. ഒന്ന് പോയേട്ടാ, അതൊക്കെ വലിയ വിഷയാവും. ഫോൺ എടുക്ക്. ഞാൻ പറയാം, നീ ഫോൺ എടുക്കണേ. ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ വലിയ വിഷയാവുന്നു. എടി അവൻ വിളിക്കുമ്പോ നീ ഫോൺ എടുക്ക്. എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോണം. പിന്നെ ഞാൻ നോക്കാതെ പിന്നെ വല്ലവരും വന്ന് നോക്കൂ. വിളിക്കുന്നു. സ്പീക്കറിലിട്. ഹലോ ഹലോ ചേച്ചി, ഇതെന്നാ പേപ്പട്ടിയാണ്? ചേച്ചി എന്താ മെസ്സേജ് അയച്ചപ്പോ തിരിച്ചയക്കാത്ത? ഞാൻ ജോലിയിലായിരുന്നു. എന്ത് ജോലിയാ? ദോശ ചൂടുകായിരുന്നു. ദോശ ചൂടുകായിരുന്നു. ചേട്ടൻ അവിടെ ഉണ്ടോ? തൊഴയാൻ പോയി. വള്ളം കളിക്കാരനാന്നോ? ട്രാഫിക് പോലീസാ. അയ്യോ പോലീസാണോ? ഞാൻ കട്ട് ചെയ്യുവോ കേട്ടോ. എടി ഞാൻ പെയിന്റിങ്ങിന് പോയിന്ന് പറയാ, നീ ട്രാഫിക് പോലീസ് ഉണ്ടാക്കി. നിങ്ങൾ എന്ത് ഈ കിടന്ന് ഗോഷ്ടി കാണിക്കണം? പിന്നെ എനിക്ക് മനസ്സിലാവണ്ടേ. നീ അവനോടെങ്ങാനും പറഞ്ഞോ ഞാൻ പഴം പുഴുങ്ങിയവനാണ് വാബോളിയനാണെന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാ ഫോൺ അറ്റൻഡ് ചെയ്യണവന്റെ. ആണോ? വിളിക്കാതിരിക്കല. ചേച്ചി പോലീസാന്ന് പറഞ്ഞ സത്യമാണോ ചേച്ചി? അല്ല, ഞാനത് തെറ്റിപ്പോയതാണല്ലേ. ഞാനേ അമ്മയ്ക്ക് ഗുളിക മേടിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ വരെ വന്നതാ. പനിമൂട് ജംഗ്ഷനല്ലേ നിങ്ങളുടെ വീട്? അതെ. ആ മെഡിക്കൽ സ്റ്റോറിന്റെ ഓപ്പോസിറ്റ് ഉള്ള മഞ്ഞ വീടല്ലേ നിങ്ങളുടെ വീട്? അതെ. ചേട്ടൻ അവിടെ ഉണ്ടോ? ഇല്ല. എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? വരാൻ പറ. ആര് പറയുവാ? അല്ല ഞാൻ പറഞ്ഞ്. ഞാൻ വരാവേ. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ചേച്ചി സാധിച്ചു തരുമോ? എന്താ? എനിക്ക് ചേച്ചി ഇച്ചിരി ചോറ് ഉരുട്ടി വായി തരുമോ? തരാ. പിന്നെ ഊണ് കഴിഞ്ഞാ പിന്നെ ചേച്ചിയുടെ മടിയിലൊന്ന് കിടന്ന് ഉറങ്ങണം. എന്താ ഒന്നും മിണ്ടാത്തെ? കിടന്നുറങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റിനിക്കൊരു സിനിമയ്ക്ക് പോകാം. ബൈക്കല്ലേ മറ്റേ രാജമല്ലി പാട്ടൊക്കെ ഇട്ടുണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ചേച്ചി എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? എന്റെ തൊണ്ട പോകുന്നല്ലാതെ. ശരി. ഉമ്മ ഉമ്മ ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നം നിങ്ങൾ പ്രശ്നവും ഇല്ല. ഇപ്പൊ ഒരു കാര്യം ഞാൻ ശരിയാക്കി തരാം. നീ അളിയന്മാരെ വിളിച്ച്, നിന്റെ അളിയന്മാരെ വിളിക്ക്. നിങ്ങൾ വന്നേ, ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഇവിടെ വന്ന് തീറ്റയാണല്ലോ, വേറെ ഒന്നുമില്ല, ഉറക്കം മാത്രം. പ്രശ്നം എന്ന് പറഞ്ഞാ ഇതാരാ? ആണല്ലോ, സമ്മതിച്ചല്ലോ. അവളെ ശല്യം ചെയ്യുന്ന ഒരുത്തനെ നിങ്ങൾ ശരിയാക്കണം. അല്ല അത് പിന്നെ അളിയനും പിന്നെ അത് പ്രശ്നമായിട്ട് വരരുത്. ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല. ഉറപ്പിച്ചു. പിടിച്ചോ. എന്താ നിങ്ങൾ ചേട്ടനടിക്കണേ? ചേട്ടൻ ഇടിക്കാൻ പറഞ്ഞിട്ട് ഇടിച്ചത്. ചേട്ടൻ എപ്പോഴും ശല്യം ഉണ്ടാക്കുന്നത് നിങ്ങളല്ലേ? അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇടിച്ചത്. ചേട്ടനല്ലേ ചേട്ടൻ ശല്യം ഉണ്ടാക്കിയേക്കണേ? അത് ഞങ്ങൾ സൗന്ദര്യപ്പറക്കം ഉണ്ടാക്കുമ്പോ ചേട്ടനൊരു ശല്യം എന്ന് ഇടയ്ക്ക് പറയണതല്ലേ. പിന്നെന്താ പ്രശ്നം? അതല്ലെന്ന്, നിങ്ങളുടെ പെങ്ങൾക്കൊരു അഭിഹിതം. ഡോക്ടറെ കാണിച്ചില്ലേ?
കേരളത്തിലല്ല അമേരിക്കയിലല്ല എവിടെ ഏത് ആശുപത്രി കൊണ്ടുപോയാലും നമ്മൾ ഈ അസുഖം മാറ്റിയെടുക്കും. എന്നതാ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? അസുഖല്ലേ അവിഹിതം എന്ന് പറഞ്ഞ അസുഖല്ലേ? എടാ അസുഖമല്ലെന്ന്, അവളുടെ ഒരു ഹിതം അത് വേറൊരുത്തൻ തട്ടിയെടുത്തു. പറഞ്ഞു മനസ്സിലായോ? വേറൊരുത്തൻ ഇവളെ ശല്യം ചെയ്യുന്നു. വേറൊരുത്തൻ ഇവളെ ശല്യം ചെയ്യുന്നു. അവന്റെ മനസ്സിൽ നിന്ന് അതിങ്ങ് പിഴുതിങ്ങെടുക്കണം. കൃഷ്ണ തുളസി പറിക്കുന്ന പോലെ, പുറന്തോട്ട് പറിക്കണ പോലെ ഒരു ഒറ്റ കീറങ്ങ് വെച്ചു. എന്താ പറഞ്ഞു പറയും. അവൻ ഇവിടെ വരുന്നു, ഞാൻ അടിച്ചിടുന്നു, നിങ്ങൾ ചവിട്ടി കൂട്ടും. ഓക്കെ ഓക്കെ ആണല്ലോ? അവൻ വരുമോ? വന്നു വന്നു. ഓക്കെ 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 ഓക്കെ. ചേച്ചി ചേച്ചി ചേട്ടാ ചേട്ടാ എന്താ പറ്റി? അടിക്കല്ലേ, അത് നമ്മുടെ ഗ്യാസ് കൊണ്ടുവരുന്ന ചേട്ടനാ. നിനക്ക് വാ തുറന്ന് പറയാനില്ലടാ. ഒരു ആദ്യം വാക്യത്തിരിച്ച് അവൻ എങ്ങനെ വാ തുറന്ന് പറയുന്നത്? ചേട്ടാ സോറി ചേട്ടാ, ചേട്ടാ പൊക്കോ, ഞാൻ ഗ്യാസ് പിന്നെ എടുത്തോളാം. പോട്ടെ, സോറി സോറി. പൊക്കോ 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 ചേട്ടാ. ഇതിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പ്ലാനിക്ക് പക്കയായിരിക്കണം. പ്ലാൻ പൊളിഞ്ഞു. എങ്ങനെ സമയത്ത് കയറി വരും നമ്മൾ അറിഞ്ഞില്ലോ. ഞാൻ വരുമോ? മറ്റോ വരുമോ? ശരിക്കും മറ്റവൻ വരും, അത് ഉറപ്പുള്ളേ. അവൻ വരും. ഒരു കാര്യം ചെയ്യാം, അവൻ വരുമ്പോ നീ പോയി വാതിൽ തുറക്കണം. വാതിൽ തുറന്നിട്ട് അവൻ അകത്തേക്ക് കേറൂലോ. കേറി ഇവിടെ ഇരിക്കുന്ന സമയത്ത് നീ പോയി കുറ്റിയിടണം. അതായിരിക്കണം സിഗ്നൽ. കുറ്റിയിടുന്നു സിഗ്നൽ. കുറ്റിയിടുന്നു സിഗ്നൽ കേട്ടോ? ഓക്കെ. ഞാൻ കുറ്റിയിടണം സിഗ്നൽ. സിഗ്നൽ മനസ്സിലായല്ലോ? വിളിക്കുമല്ലോ എന്നറിയത്തില്ല. വിളിക്കുവോ? വരുമ്പോ വിളിക്കാന്നാണ് പറഞ്ഞേ. ആ വിളിക്കൂല്ലേ, കോളിംഗ് ബെല്ല് അടിക്കൂലേ? കോളിംഗ് ബെല്ലാണോ? ഫോണിലേക്ക് വിളിക്കോ? കോളിംഗ് ബെല്ല് നിങ്ങൾ വിളിക്കുന്ന കുറ്റിയിടുക. കുറ്റിയിട്ട ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എവിടെ? തുറക്കട്ടെ തുറക്കട്ടെ. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര വട്ടം വളരെയൊന്നും വിചാരിച്ചില്ല. അല്ല, ഇത്ര ഒരു സുന്ദരിയായിട്ട് ചേച്ചി ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ചേച്ചി അമ്പലത്തിൽ പോകത്തില്ലേ? ആ സമയത്ത് ആലിന്റെ ചോട്ട് ഞാൻ ഇരിക്കും. ചേച്ചി തൊഴുതിട്ട് തിരിച്ചു പോകുമ്പോഴേ ഞാൻ പോകത്തുള്ളൂ. ആണോ? ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ എവിടെ പോയി? ചേട്ടൻ ജോലിക്ക് പോയല്ലേ? എന്തിനാ കുറ്റിയിടുന്നത്? അതാ സിഗ്നല്. എന്തോ സിഗ്നൽ? അല്ല, ആരെങ്കിലും കണ്ടാലോ? ഞാൻ ഫോണിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. ആഗ്രഹങ്ങളല്ലേ? ചോറില്ല, കുഴപ്പമില്ല, ബിരിയാണി ആയാലും മതി. പിന്നെ ബൈക്കിൽ ഇപ്പൊ നല്ലൊരു പടം ഇറങ്ങി. പെങ്ങടെ കല്യാണം എല്ലാരും കൂടെ പറഞ്ഞേ. പെടുത്തിയതാണല്ലേ? നീ എന്താ വിചാരിച്ചത്? അല്ല, ഞാൻ എന്നടാ പഴം പുഴുങ്ങിന്നോ? ചേച്ചി തമാശ പറഞ്ഞു. ചേച്ചി ഇത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തല്ലേ? എന്തോ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ചോറ് വാരി കൊടുക്കണോ? ഞാൻ ചോറ് എടുത്തിട്ട് വരാന്നാ. ചോറെടുക്കാൻ പോയാ മതി. ഓട്ടോ ചേട്ടാ, നീ ചോറിനിട്ട് പോയാ മതിരാ. നീ കളിച്ചേക്കുന്നത് എവിടെ കയറി കളിച്ചേക്കെന്ന് അറിയോ? നീ ചോറിനിട്ട് പോയാ മതി. പുലിമട ചോറ് വേണ്ടേ? വേണ്ട, ഇരിക്കടാ. ഇരിക്കാം. എവിടെ? അവിടെ ഇരിക്കാം. കസാര ഇരിക്കും. ഇവിടെ കസേര ഇല്ലല്ലോ. ചോറ് കുളമ്പ്. നീ വിളമ്പണ്ട, നീ വിളമ്പ. മതിയാ? പറയണം. മതി 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 മതി. കഴിക്കേ. കൈ കഴുകണം. കൈ കഴുകണം. പൈപ്പില്ലല്ലോ. കൈ കഴുകണം. പോയി ഇവിടോ? കഴുകടാ. കഴുക. നന്നായി കഴുകടാ. കഴുകി സോപ്പിട്ടാ കഴുകുന്നു. ഓ, അതെന്താ കാണിച്ചേ? ടൗലെ തുടച്ചതാ. ആണോ? കൈ നിട്ട് കളിക്കുന്നു. ഇങ്ങോട്ട് ഇല്ല. ചേച്ചി ഞാനൊരു തമാശ. കാര്യം അച്ചാറാണോ? വേണ്ട, പട്ടി അടിച്ചത്. എങ്ങനെയുണ്ട്? അല്ല, വാരി കൊടുക്കാൻ പറഞ്ഞായിരുന്നു. പകവോക്കിയാണല്ലേ? മതി ചേട്ടാ, മതി മതി. പ്ലേറ്റ് എടുത്തിട്ട് പോടാ. പ്ലേറ്റ് എടുത്തില്ലായിരുന്നു. ചേട്ടാ
മടി കിടന്നു ചുമ്മാ പറഞ്ഞതാ. തമാശ പറഞ്ഞതാ. മടി കിടക്ക് മടി കിടക്ക് മടി കിടക്ക് മടി 3 മടിയാ 1 മടിയല്ല 3 മടി ആഗ്രഹമല്ല ഒരു മടി മടി കിടക്കാൻ ചേച്ചി, ഞാൻ ചുമ്മാ പാട്ട് പാടണ്ടേ പാട്ട് പാടണം പാട്ട് പാടുന്നു പറഞ്ഞില്ല സമയമാം രഥത്തിൽ ഞാൻ സ്വർഗ്ഗയാത്ര. അതെ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ആൾക്കാർ ചാവുമ്പോ പാടുന്ന പാട്ടല്ലേ? ഈ ചാകാൻ പോകടാ ഞങ്ങളുടെ കൈ കൊണ്ട് തന്നെ നീ ചാകും ഞാൻ പറയുന്നത് എന്നെ വേറെന്തോരുന്ന് പറഞ്ഞ ഇവൻ എനിക്ക് പേടിപ്പിച്ചു വിട്ടാ പൊക്കോളെ. വേറെന്താ പറഞ്ഞേ ബൈക്കിൽ കയറി കെട്ടിപ്പിടിച്ച് യാത്ര ബൈക്ക് ചെയ്യണം. കെട്ടിപ്പിടിച്ച് യാത്ര ചെയ്യും ബൈക്ക് വെളി പോണ്ടേ? ഇല്ല ബൈക്ക് ഉണ്ടല്ലോ കേറ് ബൈക്കിൽ കേറ് ഡ്യൂക്കിനകത്ത് കേറ് 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 കവച്ച് കേറ്. പെട്രോൾ ഫുള്ളാണ് ചേച്ചില്ലല്ലോ ദൈവം. കെട്ടിപ്പിടിക്കാൻ ചേച്ചിയല്ലേ കയറുന്നത്? ചേച്ചിയല്ല ഞാനാ കേറ് ഏത് പാട്ടാ? ഒരു രാജമ ഒരു രാജമല്ലി ഒരു രാജമല്ലി അപ്ലിക്കേഷൻ നടത്തണം ഇവിടെ കഷ്ടമുണ്ടോ? ആ മഞ്ഞ് വേണം തലേ കെട്ടുന്ന ഒരു തുണി വേണം അതെന്തിന്? നിന്റെ മുഖത്ത് മഞ്ഞ് വെക്കാൻ എന്നെ കൊല്ലാൻ പോയി. ചേട്ടാ, പിടിയേട്ടാ. ചേട്ടാ, വിടാം. ചേട്ടാ, ഞാൻ പറയുന്നത് കേക്ക്. അബദ്ധം പറ്റിയതാണ്. നിനക്ക് അബദ്ധം പറ്റി ഒരു അബദ്ധം പറ്റി. ഇനി വരുമോ ഇല്ല. ഇനി വരുമോ നീ? വരത്തില്ല. ഇനി വരുമോ നീ? ഇല്ല. തല്ലല്ലേ, ചേട്ടാ, തല്ലല്ലേ. പറഞ്ഞോ നിനക്ക് നിന്റെ പേര് കേസ് കൊടുക്കാൻ പോ ഇല്ല, ഇല്ല, ഇനി ഈ ഉടായിപ്പോട്ട് നീ നടക്കരുത് ഇല്ല. എന്താ എന്റെ പേര്? എന്റെ പേര് വിപിൻ. വിപിൻ. എവിടെ നിന്റെ വീട്? ഒരു തലക്കര. അച്ഛന്റെ പേരെന്തോ തമ്പി അദ്ദേഹം. തമ്പി അദ്ദേഹം. മറ്റേ പമ്പുള്ള പമ്പുണ്ട്, 3 പമ്പുണ്ട്. ജ്വല്ലറി, ജോലി 2 ട്രാവൽസ്, 7 ബസ്സുണ്ട്. അയ്യോ മൂത്ത മോൻ വിപിൻ അതെ. മനസ്സിലായി. പപ്പ വിളിച്ചൊന്നും പറയല്ലേ. ഇല്ല കോടീശ്വരനാണ് വന്നിരിക്കുന്നത്. ആരാ നമ്മുടെ വീട്ടിൽ വന്നേക്കുന്നത് ഞാനേ അവക്കൊരബദ്ധം പറ്റിയതാണ് അപ്പൊ എന്ത് അടി അടിച്ചത് അറിഞ്ഞ നമ്മളെ കൊല്ലു കേട്ടോ ഒരു കാര്യം ചെയ്യും എന്തായാലും അവൾ ഇഷ്ടപ്പെട്ടല്ലോ അപ്പൊ അവൾ ഇഷ്ടപ്പെടുത്തത് നമ്മള് നടത്തും. ജ്വല്ലറി ഞാൻ എടുക്കും, പമ്പ് ഞാൻ നടത്തും അപ്പൊ ട്രാവൽസും അതെ മറ്റേ അളിയനെ എങ്ങനെ ഒഴിവാക്കി അത് ഞാൻ ഒഴിവാക്കാം. അതെ അളിയ, ഒരു സെക്കൻഡ്. അളിയനെയല്ല അളിയനെയല്ല അളിയനെ വന്നേ അളിയനൊന്ന് വന്നേ കുഞ്ഞളിയ ഇരിക്കവിടെ. ഞാനാണോ? അളിയനെങ്കിൽ വന്നേ സംസാരിക്കട്ടെ തല്ലല്ല. ഞാൻ വിളിക്കും. അപ്പൊ നന്നായി അല്ലേ? ഞങ്ങൾ ഇന്ന് ഡീൽ ചെയ്യട്ടെ തല്ലല്ലേ? അല്ല അണ്ണാ, തല്ലല്ല. എന്ത് സംഭവം ഒരു കൈയബദ്ധം പറ്റി കോള് വന്നതാണെങ്കിലും അതെ അന്നത്തെ ഒരു അബദ്ധത്തിൽ അയാളൊന്ന് പറ്റിക്കൂടിയതാണ് അവിടെ അടുത്തേക്ക് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം മാനസികമായിട്ട് ഒരു താല്പര്യം എന്ന് പറയുന്നത് മാറ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെയാണ് വന്നെന്ന് പറയാൻ പറയാൻ പറ്റില്ല അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഞങ്ങൾക്ക് ആകെ ഒരു പെങ്ങള ഒരു കാലഘട്ടത്തിൽ ഈ കെട്ടിക്കാട് കൊടുത്തു. പക്ഷെ ഇങ്ങനൊരു ബന്ധം വരുന്നു കരുതി നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല എന്നാ എനിക്ക് കുഴപ്പമില്ല. ഇല്ല, പുള്ളി ഒഴിവാക്കണ്ടേ? അത് ഞങ്ങൾ ഒഴിവാക്കിക്കോളാം. നിങ്ങൾ ഒഴിവാക്കും. ജ്വല്ലറി ഞാൻ എടുക്കും. പമ്പ് ഞാനെടുക്കും എടുത്ത് ട്രാവൽസ് നമുക്ക് 3 പേർക്കും കിട്ടും. കുഴപ്പമില്ലല്ലോ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല ഇല്ല, വീട്ടിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒന്നുമില്ല അല്ല, അത് ഇപ്പം രാജേന്ദ്ര, ദാ. രാജേന്ദ്രനോ വന്നടാ പറയട്ടെ വരെ വരെ ബഹുമാനം പോയാ ഇവന്മാർക്ക്? എടി ഇവന്റെ ബാഗ് ഒന്ന് പാക്ക് ചെയ്തു ആരുടെ? അതായത് അളിയ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ തടസ്സമായിട്ടിരിക്കുന്ന അളിയനാണ് അല്ലല്ലേ ഞങ്ങളൊരു ട്രാക്കിലൂടെ പോവാണ് ഞങ്ങളുടെ ജീവിതത്തിന് വേറൊരു ട്രാക്കിലേക്ക് വന്നേക്കാണ് തുറന്നു പറയാ, അളിയന്റെ പൊറുതി ഇവിടെ നിർത്തിക്കോ, ഇറങ്ങിക്കോ. അതാരാന്നറിയാമോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് വന്നേക്കുന്ന ആരാന്നറിയാമോ വിപിൻ പണക്കാരനാണ് തമ്പി അദ്ദേഹത്തിന്റെ ഒരു മോനാണ് കോടീശ്വരൻ. ഞങ്ങളുടെ പെങ്ങളെ കെട്ടാൻ പോകുന്നവൻ. ഇത് ചുമ്മാ വേഷം കെട്ടായിരുന്നിട്ടാ. എന്റെ ചേട്ടനെ കളഞ്ഞിട്ട് ഞാൻ അടുത്തവനെ കെട്ടണോന്നാ? നീ ആദ്യമായിട്ടൊരു തീരുമാനം എടുത്ത് ഉള്ള ബന്ധമാണിത് ഇതിപ്പോ ഞങ്ങളായിട്ടൊരു തീരുമാനം എടുത്തുള്ള ബന്ധമാണ് അത് അതെ, അത് പറയുന്ന ഒന്ന് കേക്ക് എനിക്ക് സൗകര്യമില്ല ഇപ്പൊ. നീ സൗകര്യപ്പെടണം. ഞങ്ങൾ പറയുന്ന അനുസരിച്ചാ മതി. നീ മനസ്സിലായില്ലേ? നീ പറയടാ, ഞങ്ങൾ പറയുന്ന അനുസരിച്ചാ മതി കേട്ടാ. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞു ചോദിച്ചോട്ടെ മോനെ വേറെ എന്തെങ്കിലും ഇഷ്യൂ വരാനുണ്ടോ? വേറെ ചെറിയൊരു പ്രശ്നമുണ്ട്. കല്യാണത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് തമ്പി അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോനാ ഞാൻ. അതൊക്കെ കുഴപ്പമില്ല. അപ്പം പുള്ളിയെ ഞങ്ങൾ ഒഴിവാക്കി നിർത്തിയേക്കോ. ഇപ്പം അമ്മ റേഷൻ കാർഡിന് പേര് വെട്ടി. ഇപ്പം ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുക. അപ്പം 2500 വെച്ചാൽ എന്നും അയച്ചു തരും എല്ലാ മാസവും. 2500 രൂപ. 500 ഉണ്ടല്ലോ, അടിപൊളി. സ്വത്തിന് അധികാരമില്ല ഇത് കെട്ടിച്ചു തന്നാൽ ഞാൻ പെയിന്റിങ്ങിനെ പോലും ഞാൻ നോക്കിക്കോളും കേട്ടോ. അത് കുഴപ്പമില്ല. ഇതൊക്കെ വാടകയാണ് സംഭവം. പെണ്ണുങ്ങളെ വളയ്ക്കാൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഇറങ്ങിയാലല്ലേ നടക്കത്തുള്ളൂ. സ്വത്തിന് അധികാരമില്ല ഇല്ലേ, 5 പൈസക്ക് എത്തിക്കാരുമില്ല. കക്കൂസ് പോലും ഇല്ല. എത്ര നമ്മൾ തീരുമാനം മാറ്റിയെങ്കിലും നമ്മളിപ്പോ തീരുമാനം മാറ്റി ഇനി അളിയനല്ല തീരുമാനം ഇരിക്കുന്നത് അവനെ അടിക്കണോ ഇടിക്കണോ എന്താ അവനെ തീരുമാനം ഒന്നും ചെയ്യണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ബാഗ് സാധനമായിട്ട് ഇറങ്ങാം.
എവിടെ ഇറങ്ങ. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇന്ന് പുറത്തിറങ്ങണം. ഇറങ്ങാം. നിങ്ങൾ പറയും. നിങ്ങൾ കാണിച്ച പോക്കൃത്തരം തന്നെയാ. ഇറങ്ങാൻ പറ. ആ ഇറങ്ങിക്കോ, പോയിക്കോ. ഇറങ്ങാം. ആഹാരം വല്ലതും കൊടുത്ത് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇനി ഇല്ല. ആ വേണ്ട. എന്തായാലും ആവശ്യം വരുമ്പോ വിളിക്കരുത്. ആ വേണ്ട, വിളിക്കാം. മുടി ചാടുമ്പോ അവസാനമായിട്ട് അകത്തിരിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോട്ടെ. അകത്തിരിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോട്ടെ. എവിടെ ഇരിക്കും? എവിടെ? അവൻ ഇരുന്നില്ലേ? അവിടെ പോയിരിക്കും. 2 കസേര ഉണ്ട് കേട്ടോ, ഇവിടെ 2 കസേര ഉണ്ട്. എടാ നീ കൂടെ കൂടണം വിളമ്പാൻ. ഞാൻ വിളമ്പാ. ഇരിക്കും. നേരെ ഇരിക്കും. വേണ്ട ഏട്ടാ, അവന്മാര് പോട്ടെ, വിട്ടേര്. എടാ കൈ കഴുകടാ, കൈ കഴുകണ്ടാ. കൈ കഴുകുക. ഞാൻ കഴിയും. വേണ്ട. ഇതൊന്നും ആ കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനി പോട്ടെ. ആ വിട്ടോ വിട്ടോ വിട്ടോ. ശരിയല്ലേ? നീയും വിട്ടോ. പോട്ടെ. വിട്ടോ. അങ്ങോട്ടും ഇവിടെ പോകുന്നു. എന്റെ പൊന്നോ, എന്തൊക്കെ പ്രശ്നങ്ങളാ. എനിക്ക് വയ്യ. എനിക്ക് ഈ ഫോൺ കാരണം നീ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഒരു ഫോൺ മതി നമുക്ക്. എന്റെ ഫോൺ മതി, നിന്റെ ഫോൺ എടുക്കണ്ട ഇനി. ശരി, അതിന്റെ ഒരു സിമ്മ് ഒരു ഇതിനകത്ത് കിട്ടാ മതി കേട്ടോ. എന്റെ ഫോൺ വിറ്റേക്ക്. ആ എന്റെ ഫോൺ വന്നു കഴിഞ്ഞാൽ നീ എടുത്തോ, നിന്റെ ഫോൺ വന്നു ഒരു വിഷയങ്ങൾ ഉണ്ടാകരുത്. അതേ ഉള്ളൂ നമുക്ക് മെയിൻ. ശരിയാ, ഒരു കുടുംബകാലം വെറുതെ. ഓളേട്ടാ നീ എടുക്കി. എന്റെ ഫോൺ നീ എടുത്തു. കാര്യം എടുത്തു. ഹലോ രായണ, എന്ത് രായണ ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ട് വരാത്ത? ഇവിടെ അരിയും മണ്ണെണ്ണ ഒക്കെ തീർന്നു. നാളെയെങ്കിലും ഒന്നിങ്ങ് വന്നേക്കണേ. എനിക്കറിയാം മൂദേവി വിടാത്തതാ. അത് കോള് മാറി. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും, ഞങ്ങൾ തന്നെ വേണ്ടി വരും പറഞ്ഞില്ലേ? കോള് മാറി വന്നോ എന്റെ പൊണ്ണ്? കോള് മാറി. ഓള് മാറി വന്ന രാജേന്ദ്രന്ന് വിളിക്കുവോ? പെണ്ണാ? പെണ്ണ്. ഞാൻ ഉടനെ പൊക്കിയടാ. ഇത് തന്നെയല്ലേ ഞങ്ങൾ ആദ്യം പറഞ്ഞു. ഇനി ഇവിടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല. നിങ്ങൾ ഡിവോഴ്സ് രണ്ട് പാത്രത്തിൽ. ഏത് തെണ്ടിക്ക് കൊടുത്താലും നിനക്ക് തരൂല, മനസ്സിലായില്ലേ? അല്ല, ഏതോ തെണ്ടിക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അതാ ഞാൻ നിക്കണോ അതോ പോണോ? നീ ഇതുവരെ പോയില്ലേ? ഇല്ലെന്നോ?